ഹായ് ഓൾ. അപ്പോൾ എടാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള SLCയിൽ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്. അറിയാം, പ്രോബ്ലം ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഏതാ, വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് റിവിഷൻ. അതിൻ്റെ റിവിഷൻ പോലെ നമ്മൾ ഓൺ എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ പോലെ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു 20% മാത്രമേ നമുക്ക് ഓൺ എക്സാമിനുള്ളൂ. എന്നാലും ആ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഒരു ചെറിയൊരു റിവിഷൻ സീരീസ് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. വാച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഒരു 5-8 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിലവിലുള്ള നമ്മളെ സിലബസിനെ ബേസ് ചെയ്തായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ വെൻ സൺലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം ഈസ് ഡെപിക്റ്റഡ്. ഒന്നുമില്ല, നമ്മൾ സൂര്യപ്രകാശ ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോയാലുള്ള ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 എണ്ണം ഉണ്ട്. ഇതിൽ ഏത് ചിത്രമാണ് ശരി എന്നാണ് നമ്മളിവിടെ എന്താക്കുന്നത്, എക്സാമിന് ചോദിച്ചത് അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് എക്സാമിന് ചോദിച്ചത്. നമുക്കറിയാം സൺലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇത് എത്ര കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യടാ? നമുക്കറിയാം 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. സൺലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ നടന്നു പോയാൽ പാസ് ചെയ്ത് പോവാണെങ്കിൽ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഈ ഓപ്ഷൻ റോങ് ആണ്. കാരണം സൺലൈറ്റ് ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ കോമ്പൗണ്ടിന്റെ കളേഴ്സ് ഉണ്ടാവും. ഒരിക്കലും സൺലൈറ്റ് അല്ല, ഓപ്ഷൻ തെറ്റി. പിന്നെ നമുക്കറിയാം എപ്പോ ബേസിന്റെ അടുത്തായിട്ട് എന്താ വരിക, വയലറ്റാ വരിക. അതിന്റെ കുറച്ച് ഏറ്റവും മേലെയായിട്ട് ഡീവിയേഷൻ കുറവായിട്ടായിരിക്കും റെഡിനായിരിക്കും അല്ലേ. അപ്പൊ അടിയിൽ ബേസിന്റെ അടുത്തായിട്ട് വയലറ്റും വേണം, മേലെ ആരും വേണം, റെഡും വേണം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത് രണ്ടുമാണെങ്കിൽ കൺഫ്യൂഷൻ വരിക. ഇതെന്തായാലും വരൂല. അടിയിൽ ഓറഞ്ചും മേലെ ബ്ലൂവും, ബേസിന്റെ അടുത്തായിട്ട് ഓറഞ്ചും, ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് ആരും വരൂലടാ, ബ്ലൂവും വരൂല. അപ്പൊ നമുക്കറിയാം ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏത് തന്നെയാണ്, ഓപ്ഷൻ സി ആണ്. ബൈഹട്ട ഓർമ്മിച്ചേക്കണേ. ബേസിന്റെ അടുത്തായിട്ട് വയലറ്റാ വരിക, ഏറ്റവും ടോപ്പിലായിട്ട് ആരാ വരിക, റെഡാ വരിക. ഓക്കെ, എന്നാ നോക്കിയാ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേടാ. വീണ്ടും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ കളേഴ്സ് ഒബ്റ്റൈൻഡ് ഓൺ ദി സ്ക്രീൻ അല്ലേ. സൺലൈറ്റ് എന്തിലൂടെ പോകുന്നുണ്ടടാ? സൺലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഗ്ലാസ് പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോയാൽ പുറത്തേക്ക് കിട്ടുന്ന കളേഴ്സ് ഏതൊക്കെയാന്ന് ചോദ്യം. നമുക്കറിയാം സൺലൈറ്റിൽ എത്ര കളർ ഉണ്ടടാ? വിബ്ജിയോർ ഉണ്ട്, 7 കളറില്ലേ. അപ്പൊ ഇവിടെ കിട്ടുന്ന കളേഴ്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന് വയലറ്റ് കിട്ടാം, ഇൻഡിക്ക കിട്ടാം, ബ്ലൂ കിട്ടാം, ഗ്രീൻ കിട്ടാം, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ എല്ലാ കളറും എന്താക്കാം, ആ സ്ക്രീനിൽ കിട്ടാം 1 by 1 ആയിട്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഏറ്റവും അടിയിൽ വരുന്ന കളർ ഏതാടാ? വയലറ്റ്. ഏറ്റവും ടോപ്പിൽ വരുന്ന കളർ ഏതാ? റെഡ്. ഓക്കെ, അപ്പൊ ഏറ്റവും അടിയിൽ ബേസിന്റെ അടുത്തായിട്ട് വരിക വയലറ്റ്, അതിന്റെ ഏറ്റവും മേലായിട്ട് ഡീവിയേഷൻ കുറഞ്ഞിട്ട് വരിക ഏതാണ്? റെഡ് ആണ്. ഇതാ വിച്ച് അമംഗ് ദീസ് ഹാസ് ലോങ്സ്റ്റ് വെയിൽ ലെങ്ത്. നമുക്കറിയടാ വിബ്ജിയോറിന്റെ വെയിൽ ലെങ്ത് നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലേ. 2 എണ്ണം മാത്രം പഠിക്കുക. വയലറ്റും പഠിക്കണം, റെഡും പഠിക്കണം അല്ലേ. റെഡിന്റെ ഓർമ്മ ഉണ്ടാ? റെഡിന്റെ എത്ര വരിക? റെഡിന്റെ 700 നാനോമീറ്ററാ, നമ്മൾ ബൈഹാർട്ട് പഠിച്ചതാ അല്ലേ. ഇനി വയലറ്റിന്റെ എത്രയാ? നമുക്കറിയാം വയലറ്റിന്റെ എത്രയാടാ? 400 നാനോമീറ്ററാ. ഇനി 1 നാനോമീറ്റർ ഫിസിക്കൽ മീനിങ് പഠിപ്പിച്ചെന്ന് ഓർമ്മ ഉണ്ടാ? 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ ഒരു മുടിയെടുക്കുക, അതിന് 1000 ഈക്വൽ പീസാക്കി മാറ്റുക. അതിലൊരു പീസിന്റെ വിടുത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? 1 നാനോമീറ്റർ. അത്രക്കും മൈന്യൂട്ട് ആയിട്ടുള്ള അളവാണ് ആടായിട്ടത് നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മാത്രം ഓർമ്മിച്ചേക്കടാ. റെഡിന്റെ വെയിൽ ലെങ്ത് 700 നാനോമീറ്റർ, വയലറ്റിന്റെ എന്താ? 400 നാനോമീറ്റർ. എടുത്ത് നോക്കണേ. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ലൈറ്റ് സ്പ്ലിറ്റ് അപ്പ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെ. പ്രിസത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ഡ്രോപ്പിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിലൂടെ പോകുമ്പോൾ സൺലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനൊക്കെ ഒരു പേരുണ്ട്. ചാപ്റ്റർ തുടങ്ങുന്ന എങ്ങനെയാ അല്ലെ, ഓർമ്മയില്ലേ? അതിന്റെ പേരെന്താടാ? ഡിസ്പേർഷൻ ആണ്. ആ ഡിസ്പേർഷൻ ഏരിയ വീണ്ടും നമ്മളെ പോക്കലിൽ ഒരു മാർക്കായി. നോക്കിയടാ, വാട്ട് ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ റെഡ് ലേസർ ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റീഡ് ഓഫ് സൺലൈറ്റ്. ഇത് A+ ക്വസ്റ്റ്യനാ, ചില കുട്ടികൾ തെറ്റിക്കും അല്ലേ. വാട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ റെഡ് ലേസർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റീഡ് ഓഫ് സൺലൈറ്റ്. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം ഡിസ്പേർഷൻ പഠിപ്പിക്കുന്നതിന് മുമ്പിൽ നമ്മൾ ആദ്യം വരച്ചു തന്ന ചിത്രം ഇതായിരിക്കും, ഓർമ്മ ഉണ്ടോ? നമ്മൾ ആദ്യം വരച്ചു തന്ന ചിത്രം ഇതായിരുന്നു. നോക്കണേടാ, ഇതാണ് നമ്മുടെ ഗ്ലാസ് പ്രിസം അല്ലെ. ഇതിലേക്ക് പ്രൈമറി കളേഴ്സിന്റെ, അതായത് ഗ്രീനിന്റെ ലേസർ ആയിക്കോട്ടെ, റെഡിന്റെ ലേസർ ആയിക്കോട്ടെ. തൽക്കാലം ഞാൻ ഏത് ലേസർ എടുത്തതാ? റെഡ് ലേസർ എടുത്ത്. റെഡ് ലേസർ വന്നാൽ മീഡിയം മാറുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു ഡീവിയേഷൻ ഇവിടെ ഉണ്ട് അല്ലെ. ഇനി പുറത്തോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാവും ചെറുതായിട്ടൊരു ഡീവിയേഷൻ ഉണ്ട്. ബാക്കി ഇത് വേറെ കളേഴ്സ് ആയിട്ടൊന്നും മുറിയും. ചിലപ്പം ഗ്ലാസ് പ്രിസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വേറെ കളർ കാണാം
അത് പ്രിസം ഉണ്ടാക്കിയ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും ഉള്ളിലോട്ടേക്ക് കയറുന്ന കളർ റെഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പുറത്തേക്ക് എമർജ് ചെയ്യുന്ന കളറും എന്ത് തന്നെയാണടാ? റെഡ് തന്നെയാണ്. ഇതൊരിക്കലും 7 കളറായിട്ടോ 10 കളറായിട്ടോ 5 കളറായിട്ടോ എന്താവില്ല, അത് സ്പ്ലിറ്റ് ചെയ്യൂല. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ലേസറിന്റെ കേസിൽ എന്താവില്ല, ഒരിക്കലും സ്പ്ലിറ്റ് ആവില്ല. സോ ഏതാണ് വരിക? ഈ ചിത്രമാണ് വരച്ചു കൊടുക്കേണ്ടത്. വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇത് നമ്മൾ ഐ ഡിഫക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ഡിഫക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ. ഫോളോയിങ് ഫിഗർ ഷോ ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ നിയർ ബൈ ഒബ്ജക്റ്റ് ഇൻ ദ ഐ. അല്ലേ, നെയിം ദ ഡിഫക്റ്റ് ഓഫ് ദി ഐ ഇൻ ദിസ് ഫിഗർ. നമുക്ക് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഈ ചിത്രത്തിലെ ഡിഫക്റ്റ് ഏതാന്ന് ചോദിച്ചത്. എടാ, നമുക്ക് 3 ഡിഫക്റ്റേ ഉള്ളൂ. ഒന്നുകിൽ അതെന്തായേക്കാം, ഷോർട്ട് സൈനസ് അല്ലെങ്കിൽ മയോപ്പി ആകാം. ഒന്നുകിൽ ഷോർട്ട് സൈനസ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് മയോപ്പിയ, അല്ലെങ്കിൽ ലോങ് സൈനസ്, അല്ലെങ്കിൽ എന്താടാ ഹൈപ്പർ മെട്രോപ്പിയ, അല്ലെങ്കിൽ നമുക്ക് പ്രായമുള്ളവർക്ക് കാണുന്നത് പ്രസ് ബയോപ്പിയ. ഈ 3 അസുഖത്തിൽ ഏതോ ഒരു അസുഖമാണ് നമ്മൾ എന്താക്കി ഈ ചിത്രം തന്നത്. ശ്രദ്ധിക്കണേ, ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാടാ? റെറ്റിനക്ക് പിന്നിലാണ്. നമുക്ക് 2 കോഡാ ഉള്ളത് അല്ലേ? ഷോർട്ടായ മായാവി, നമുക്ക് ഉള്ള കോഡ് എന്താ? ഷോർട്ടായ മായാവി എപ്പോഴും കെയ്വിന് പിന്നിലാണ് അല്ലേ? ഷോർട്ടായ മായാവി എപ്പോഴും കെയ്വിന് പിന്നിലാണ്. ഇനി അടുത്തൊരു കോഡും കൂടി ഉണ്ട്, ഓർമ്മ ഉണ്ടോ അല്ലേ? ഹൈദർ അല്ലേ, ഓർമ്മയില്ലേ? ഹൈദർ മെട്രോയിലെ അല്ലേ ലോങ് ജേണിയിൽ ഒരു വിക്സ് മിഠായി വാങ്ങി അല്ലേ? വിക്സ് മിഠായി മേടിച്ചു. എടാ ശ്രദ്ധിക്കണേടാ, നോക്കി ഷോർട്ടായ മായാവി അല്ലേ? ഷോർട്ട് എന്ന് വെച്ചാൽ ഷോർട്ട് സൈനസാ. മായാവി എന്ന് കേട്ടാൽ നമുക്ക് വേണം ആരാടാ? മയോപ്പിയാണ്. കേവ് എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് കോൺകേവ് ലെൻസാ. പിന്നിലാണെന്ന് വെച്ചാൽ ഓർമ്മിക്കണം എന്താ? സോറി, പിന്നിലല്ല മുമ്പിലാണ്. കേവിന് മുമ്പിലാണ്. എടാ, മുമ്പിലാണെന്ന് കേട്ടാൽ ഓർമ്മിക്കണം, ഈ കേസിൽ എപ്പോഴും ഷോർട്ട് സൈനസിന്റെ കേസിൽ അല്ലെങ്കിൽ മയോപ്പിയന്റെ കേസിൽ എപ്പോഴും ഇമേജ് ഫോം ചെയ്യേണ്ടത് റെറ്റിനേന്റെ മുന്നിലാണ്. റെറ്റിനേന്റെ മുമ്പിൽ വന്നാലും പ്രശ്നമാണ്, പിമ്പിൽ വന്നാലും പ്രശ്നമാണ്. എന്നാലേ മുമ്പിൽ വരികയാണെങ്കിൽ നമുക്കറിയാം, കേവിന് മുമ്പിൽ എന്ന് പറയുന്നത് മുമ്പിൽ വരുന്നതുകൊണ്ട് നമുക്കറിയാം എന്താ? ഷോർട്ട് സൈനസ് അല്ലെങ്കിൽ എന്താ? മയോപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ പോയി വീണെങ്കിൽ ഒന്നും നോക്കണ്ട, എന്തായിരിക്കും? ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ എന്തായിരിക്കും? ലോങ് സൈനസ് ആയിരിക്കും അല്ലെ? ഹൈപ്പർ മെട്രോപ്പിയ ഓർമ്മിക്കേണ്ടിയിട്ടാണ് ഹൈദർ മെട്രോ എന്ന് പറഞ്ഞാൽ അല്ലെ? ഹൈദർ മെട്രോ എന്ന് വെച്ചാൽ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈനസ്. അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതുകൊണ്ട് വിക്സ് നമ്മൾ ഓർമ്മിച്ച് വെച്ച് ഓക്കെ നോക്കുക, മുമ്പിലാണോ പിമ്പിലാണോ? കേവിന് മുമ്പിൽ എപ്പോൾ മായാവിയാണ്, അപ്പോൾ മയോപ്പിയാണ് മുമ്പ് ഫോം ചെയ്യുക. അത് നേരെ ഓപ്പോസിറ്റ് ബേക്ക് ഫോം ചെയ്യുക ആരാണ്? ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ആരാണ്? ലോങ് സൈനസ് ആണ്. അപ്പൊ ഇവിടുത്തെ അസുഖത്തിന്റെ പേരെന്താടാ? ലോങ് സൈനസ് ആണ്. അസുഖത്തിന്റെ പേര് ലോങ് സൈനസ് ആണ് അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദിസ് അല്ലേ? ഈ കോഡ് തന്നെ ഉണ്ട്, നോക്കിയേ അല്ലേ? ഹൈദർ എന്ന് വെച്ചാൽ ഹൈപ്പർ മെട്രോ, ലോങ് സൈനസ് എന്ന് വെച്ചാൽ ലോങ് ജേർണി എന്ന് വെച്ചാൽ ലോങ് സൈനസ്. അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വിക്സ് മുട്ടായി. വിക്സ് എന്ന് വെച്ചാൽ എന്താ ഓർമ്മിച്ചേക്ക? വെക്സ് എന്ന് ഓർമ്മിച്ചേക്ക അല്ലേ? അപ്പൊ ഏതാണ് സൊല്യൂഷൻ? കോൺവെക്സ് ലെൻസാ. ഏതാണ് സൊല്യൂഷൻ? കോൺവെക്സ് ലെൻസാ. പ്രശ്നമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ അല്ലെ? ഇതിനെ കൊണ്ട് കേട്ട് മടുത്ത് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണുള്ളത്. ദ ഫോളോയിങ് ഫിഗർ ഷോ ദ ഡിസ്പേഴ്സൺ ഓഫ് സൺലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം. നോക്കണേടാ, ഒരു സൺലൈറ്റ് വരുന്നുണ്ട്, 7 കളറായിട്ട് മുറിയുന്നുണ്ട്. മേലൊരു കളർ ഉണ്ട്, താഴൊരു കളർ ഉണ്ട്. ചോദ്യം എന്താ? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കളേഴ്സ് ഓഫ് പി ആൻഡ് ക്യൂ. ഇത് പറയണടാ, പറഞ്ഞു മടുത്തില്ലേ? അടിയിലത്തെ കളർ എപ്പോ എന്താ? ബേസിന്റെ അടുത്ത് വരുന്ന കളർ എപ്പോ എന്താ? വയലറ്റ് ആയിരിക്കും അല്ലെ? ഏറ്റവും മേലെ വരുന്ന കളർ എപ്പോ എന്താ? റെഡ് ആയിരിക്കും. ഇത് നോക്കിയാ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് ദീസ് കളേഴ്സ് അല്ലെ? ചോദ്യം എന്താ? വയലറ്റ് അടിയിൽ വരാനുള്ള റീസൺ എന്താ? റെഡ് മേലെ വരാനുള്ള റീസൺ എന്താ? ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ സിമ്പിൾ ഓർമ്മ ഉണ്ടാ? വേവ് ലെങ്ത് ലാംഡ കൂടുമ്പോ നമ്മൾ പഠിച്ചെന്താ? ഡീവിയേഷൻ കുറയുക. അതേ ഫുൾ മാർക്കാ. അല്ലെങ്കിൽ തിരിച്ചേ നിങ്ങൾക്ക് ലാംഡ കുറയുമ്പോ എന്ത് കൂടും? ഡീവിയേഷൻ കൂടും. ഇങ്ങനെയും ചെയ്യാം, 4 ഫുൾ മാർക്ക് തരും.
അല്ലേ? എന്നാൽ അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് കളർ ഹാസ് ബീൻ ഗിവൺ ടു ദ ടെയിൽ ലാമ്പ് ഓഫ് ദി വെഹിക്കിൾ? അല്ലെ, നമ്മളെ വെഹിക്കിളിന്റെ ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ലാമ്പിനൊക്കെ കൊടുക്കുന്ന ഏത് കളറാന്ന് ചോദിക്കും. അല്ലെ, ബ്രേക്കിംഗ് ലാമ്പിന് കൊടുക്കുന്ന കളർ ഏതാണ്? റെഡ് അല്ലേ? അല്ലെ, കാരണം റെഡിന് എന്താടാ വെയിൽ ലെങ്ത് കൂടുതലാ. വെയിൽ ലെങ്ത് കൂടുമ്പോ അതേപോലെ നമുക്കറിയാം വെയിൽ ലെങ്ത് കൂടുമ്പോൾ ഡിസ്പേഷനും കുറവായിരിക്കും, സ്കാറ്ററിങ്ങും കുറവായിരിക്കും, കുറേ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അല്ലെ, അപ്പൊ ഈ റെഡ് കളർ അല്ലേ, ഞാനിപ്പോ റെയിൽവേന്റെ സ്റ്റോപ്പിന്റെ കളർ ഏതാ? റെഡാ. ട്രാഫിക്കിന്റെ സ്റ്റോപ്പിന് കളർ ഏതാ കൊടുക്കുന്നത്? റെഡാ. ആംബുലൻസിന്റെ ഒരു കളർ എന്താ കൊടുക്കുന്നത്? റെഡാ. അപ്പൊ ഈ റെഡിന് സ്കാറ്ററിംഗ് ഒന്നും സംഭവിക്കില്ല, കുറേ ദൂരം സഞ്ചരിക്കാൻ പറ്റൂ. ഒരൊറ്റ പോയിന്റ് എഴുതിയാൽ മതി. വെയിൽ ലെങ്ത് കൂടുമ്പോൾ ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആര് കുറയടാ? സ്കാറ്ററിംഗ്, റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ഡിക്രീസസ്. ഇഫ് ദ വാല്യൂ ഓഫ് വെയിൽ ലെങ്ത് ഇൻക്രീസസ് ദെൻ റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ഡിക്രീസസ്. അല്ലെ, ഇതേപോലെ എഴുതിയാൽ മതി. ലാംഡ കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറയും. അത് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ എന്താക്കാം അടുത്ത സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.